ഹലോ ഗായ്സ്, അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പൊ ഇന്ന് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗായ്സ്, പുതിയ ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ട്. ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ പൊറോട്ടയാണ് ഗായ്സ് ഉണ്ടാക്കുക. ബെറോട്ടയിലടാ, പൊറോട്ട. നമ്മൾ പൊറോട്ട പരിഷ്കാരി ആയാലും. അപ്പൊ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ പൊറോട്ട ഉണ്ടാക്കണം എങ്ങനെയെന്ന് കാണിക്കും. കൂടെ നല്ല അച്ഛന്റെ സ്പെഷ്യൽ ബീഫ് കറി ഉണ്ട്. അപ്പൊ ആ റെസിപ്പി നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിലോട്ട് പോവാം ഗായ്സ്. ഓക്കെ, തുടങ്ങാം. പാചകക്കാരാ, നീ പറഞ്ഞു. ആദ്യം നമ്മൾ മൈദാ മാവാണ് എടുക്കുന്നത്. നമ്മൾ ആദ്യം മൈദാ മാവ് എടുത്തു. നമുക്ക് ആവശ്യത്തിനുള്ള മൈദാ മാവ് കിട്ടണം. ഇന്ന് നിന്റെ അളിയന് കോൾ ചെയ്യണടാ. അളിയ ഓട്ട കഴിയുന്ന വഴമ്പഴത്തേക്കും പൊറോട്ട ആൻഡ് ബീഫ് കറി. അച്ഛൻ താങ്കൾ പറയൂ, എത്ര നാളായി താങ്കൾ പൊറോട്ട ഉണ്ടാക്കുന്നു? അങ്ങനെയൊന്നുമില്ല, കൊച്ചിലെ തൊട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു. എന്റെ ചേച്ചി ഭയങ്കര പൊതിച്ചയായത് കാരണം ഇടയ്ക്കിടയ്ക്ക് എന്റെ ചേച്ചിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ശീലമായതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കോൺഫ്ലവർ എടുക്കുകയാണ്. കോൺഫ്ലവർ ഗായ്സ്, അവന്റെ കോൺഫ്ലവർ വീണ്ടും ഒന്ന് തട്ടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കോൺഫ്ലവർ തിന്നു ഞാൻ മടുത്ത്. എന്തിനുണ്ടെങ്കിൽ അവൻ കോൺഫ്ലവർ ആണ് ഗായ്സ് അവനെ. ഞാൻ അപ്പൊ അങ്ങോട്ട് കാണിച്ചു തരാമേ. ശരി, നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഇടുക. ഞാൻ കാട്ടിയൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് നിനക്ക് തട്ടിക്കൊണ്ടാണ് അതിലൊരു ഗുമ്മില്ല. ഓ, ഗുമ്മില്ല, ഇങ്ങനെ സ്പൂണിട്ട് ഇളക്കാൻ ഗുമ്മാണ്. കുറച്ച് ഉപ്പിടാം. നീ ഇത് എവിടെ പോണടാ? ഇനി നമ്മൾ ആവശ്യത്തിനുള്ള മാവുകൾ എടുത്തിട്ടുണ്ട് ഗായ്സ്. അപ്പൊ ഇനി നമ്മൾ കുറച്ച് ഉപ്പാണ് ഇടാൻ വേണ്ടി. നമുക്കിനി 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, എന്നെ കളിയാക്കുന്നു ഗായ്സ്. പഞ്ചസാര പഞ്ചസാരയും കൂടെ നമ്മൾ കുറച്ചിടുന്നു ഗായ്സ്. നമ്മുടെ ഈ പരിപാടി ഇനി അടുത്ത നമ്മൾ മുട്ട പൊട്ടിക്കാനായിട്ട് പോവുകയാണ്. നല്ല മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചു. പഴയ കൊതി പറഞ്ഞു. ഇനി അടുത്ത വീണ്ടും മുട്ട പൊട്ടിച്ച്. കണ്ട ഗായ്സ്, എന്റെ അനിയനെ കൊണ്ട് ഞാൻ ഇങ്ങനെ അടിമ വരെ ചേക്ക് ഞാൻ തിന്നും. അങ്ങനെ ഇവിടെ സ്ഥിരം യെസ് ഗായ്സ്, അങ്ങനെയാണ് എന്റെ ഈ വണ്ണത്തിന്റെ രഹസ്യം ഗായ്സ്. കൊതിച്ചി നമ്മൾ കുറച്ച് തൈര് ഒഴിക്കും. നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത് എന്താണ്? ഇനി കുറച്ച് സോഡാപ്പൊടി ഇടണം. ലേശം സോഡാപ്പൊടി നമ്മൾ അതിലോട്ട് ഇടുന്നു. ഒരുപാട് സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കളർ മാറും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ജഗ്ഗിലെടുത്തോണ്ടാ മൊന്തയിലെടുത്തോണ്ടിരുന്നവനാണ് വീഡിയോ എടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ജഗ്ഗിലെടുത്തോണ്ടിരുന്നു. നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഗൈസ്. ഞാൻ പറയണ്ടല്ലോ ഗൈസ്, പൊറോട്ട എന്ന് പറയുന്നത് ഒരു മലയാളിയുടെ ദേശീയ വികാരമാണ്. അതെന്ന് പറയുമ്പോൾ നമുക്കറിയാം. അതുപോലെ ലേശം ബീഫും കൂടെ വെച്ച് ഈ പൊറോട്ട പിച്ചങ്ങോട്ട് തിന്നണം. എന്റെ പൊന്ന് ഗൈസ്, വേറെ ലെവലാണ്. ഞാൻ പറയണ്ടല്ലോ ഗൈസ് നിങ്ങളെടുത്ത്. അങ്ങനെതാ നമ്മുടെ മാവ് കുഴയ്ക്കൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എന്താണ് നമ്മളെ പരിപാടി? നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്തു. ലേശം അധികം വെള്ളം നമ്മൾ ആഡ് ചെയ്തു ഗായ്സ്. എന്നിട്ട് അത് നന്നായിട്ടല്ലേ നല്ല പദം പറഞ്ഞ രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം. ഈ മാവെടുത്ത് കല്ലിലിട്ട് അങ്ങോട്ട് ആടിയാണ് കറക്റ്റ് പൊറോട്ട അല്ലേ? ആ പൊറോട്ടയുടെ കല്ലിലിട്ട് നമ്മള് ഇതാക്കിയാലേ ആ മാവ് നല്ല പദം. അല്ല, നമ്മള് അതിലിട്ട നമുക്ക് കുഴച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും പാത്രത്തിട്ട. അതെ അതെ. നമ്മൾ മറ്റേ എല്ലാണല്ലോ നമുക്ക് ആവശ്യം പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ അല്ലേ ഗൈസ്? അതിലുണ്ട്. അങ്ങനെ നമ്മൾ പൊറോട്ട നല്ല കുഴച്ച്. ആഹാ,
ചേച്ചിക്ക് എത്ര എണ്ണം വേണം? നീ ഇങ്ങനെ ഈ വീഡിയോ എടുക്കാൻ വരുമെന്ന് ചോദിക്കുന്നു. അതൊക്കെ ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. നീ അടി, ഞാൻ തിന്ന് തീർത്താ പോലെ. ഗായ്സ്, ഇവന്റെ ഈ ഒരു കുഴക്കല് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്റെ അനിയനെ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്യിച്ച് ഇങ്ങനെ ഞാൻ നല്ല സൂപ്പറാക്കി എടുത്തിട്ടുണ്ടെന്ന്. അത്രമാത്രം അവനെ കൊണ്ട് ഞാൻ പൊറോട്ട അടുപ്പിച്ചിട്ടുണ്ട്. എനിക്കാണ് അവനെ ഞാൻ ഇങ്ങനെ ചെയ്യിച്ച് ഇങ്ങനെ കണ്ട്രാക്കടിച്ച് അതാണ് അവൻ ഇങ്ങനെ ഇത്ര പ്രൊഫഷണൽ ആവാൻ കാരണം. ഗൈസ്, എന്തിനാണ് ആടിലെ വിനായകന്റെ പൊറോട്ട അടി. ഡ്യൂഡ്, രണ്ടടി കൂടെ അടിയുടെ ആളുകൾ കാണട്ടെ നിന്റെ സ്കില്ല്. ഈ രണ്ടടി കൂടെ അടി അങ്ങോട്ട്. അച്ചു വിനായകൻ പിന്നെ ഒരു അടി ഉണ്ടല്ലടാ അച്ചു. ഇനി നമ്മൾ കുറച്ച് എണ്ണ ഇതിൽ തടവണം. നമ്മള് അതിലങ്ങ് മെഴുകും. ഇതെന്തിനാണ് പദം വരാനാണ് ഇങ്ങനെ എണ്ണ ഒഴിക്കുന്നത്? ഓക്കെ. അപ്പൊ ഗായ്സ്, നമ്മുടെ പൊറോട്ട നമ്മള് മാവെല്ലാം കുഴച്ച് സെറ്റ് ചെയ്ത് നമ്മള് ഇവിടെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിന് ശേഷം ബാക്കി വിശേഷങ്ങളുമായി തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ ഗായ്സ്. ഇവന്റെ കൊച്ചുങ്ങൾക്ക് പൂരം വയ്യായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയ സമയം കൊണ്ട് അവൻ ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്ത് ഉണ്ട പിടിച്ചു വെച്ചല്ലോ അച്ചു. എന്തിനാണ് ഇങ്ങനെ ഇതിന്റെ ഇടയിൽ ചേച്ചി ഉറയും കിടന്നുകൊണ്ട് എന്റെ ആത്മാർത്ഥ ചേച്ചി കാണണം. ഞാൻ അതുകൊണ്ട് എന്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് കുറച്ച് ക്ലിപ്പിംഗ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതില് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതാണ് ഗൈസ് ആ ഫ്ലാഷ് ബാക്ക്. പാവം അവൻ എന്താ മാവക്ക ഞൗടി എല്ലാം ഒരു പാത്രത്തിലാക്കി അടുത്ത നല്ല പരുവത്തിനാക്കി ഡാൽഡയൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ കുഞ്ഞുങ്ങളുടെ അടുത്ത് ആയതുകൊണ്ട് തന്നെ അവൻ ആത്മാർത്ഥമായി പണി ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുള്ള തെളിവാണ് ഗൈസ് ഇത്. അങ്ങനെ നമ്മുടെ പൊറോട്ട അരിത ആരംഭിക്കുകയായി. നിനക്ക് ഭാവി ഉണ്ടോ? ഭാവി നല്ല പൊറോട്ട കടയിൽ കൊണ്ട് നിർത്തിയാ നീ പൊറോട്ട അടിച്ചെങ്കിലും ജീവിക്കോടാ. അപ്പൊ ഷീറ്റ് ആക്കിയിടിച്ചു. നല്ല പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ടിരിക്കണം അല്ലേ? നമ്മുടെ അടുത്ത മിക്കവാറും ഈ മുകളിലത്തെ അടുക്കള ഈ സെക്ഷനായിട്ട് പോകും തോന്നുന്നു കേട്ടടായിട്ട്. പൊറോട്ട അടിക്കാനും പിസ്സ ഉണ്ടാക്കാനും. അത് തന്നെ ഉണ്ടാക്കാൻ നീയും തിന്നാ ഞാൻ. നല്ല പദം വന്നല്ലേ മാവ്? അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും. അച്ഛനാണ് നിന്റെ ഗുരു എല്ലാടെ വെച്ച് പൊറോട്ട അടിക്കാൻ പറഞ്ഞ.
ഇച്ചിരി പഠിപ്പിച്ചു തരും. പിന്നെ ഞാൻ ചെയ്യും. അങ്ങനെ നമ്മുടെ പൊറോട്ടയൊക്കെ അടിച്ച് നല്ല ഷേപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു കുറച്ച് മിനിറ്റ്സ് ഒക്കെ വെച്ച് അത് പദം വന്നതിന് ശേഷമാണ് നമ്മൾ ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് വഴിയെ കാണാം ഗൈസ്. ഇവിടെ അച്ചുക നല്ല നോക്ക് ഗൈസ്, നമ്മുടെ പൊറോട്ട അങ്ങനെ കറക്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. കുറച്ച് ഇതെന്താ നിന്നടാ, പാമോയിലും കൂടെ മിക്സ്ഡ് ആണ്. എല്ലാം ഉണ്ട് മിശ്രിതം. കൊളസ്ട്രോൾ വന്നാലും കുഴപ്പമില്ല, പൊറോട്ട തിന്നാമതി. അതാണ് കേരളീയന്റെ വികാരം. കളച്ചു അയ്യോ കണ്ട ചേച്ചി നല്ല സൂപ്പറായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇത് തിരിച്ചിടും. പിന്നെ അച്ഛൻ ഷെഫായിരുന്നോണ്ട് നമുക്ക് ഇതിന്റെ ട്രിക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള, അതായത് നല്ല ടേസ്റ്റുള്ള പൊറോട്ട ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞു കേട്ടോ. പൊറോട്ട ഫാൻസിനറിയാം അടുത്ത പൊറോട്ടയുടെ ടേസ്റ്റ് പറഞ്ഞ ഘടകം അതാണ്. ഇനി നമ്മളൊരു സ്ലാബിലോട്ട് അങ്ങ് ഇടും. എന്നിട്ട് ഈ പൊറോട്ട അങ്ങോട്ടുണ്ടല്ലോ ആടിച്ചങ്ങോട്ട് അതിനെ അങ്ങ് പദം വരുത്തും. അയ്യോ അറഞ്ച അങ്ങോട്ട് അടിക്കുകയാണ് ഗൈസ്. നല്ല ചൂടാണ് കേട്ടോ, തിളച്ച ചൂടാണ് അവ ഈ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്കിനി പൊറോട്ട കഴിച്ചാലോ. കഴിക്കുന്ന വീഡിയോ കിട്ടിയില്ല, എന്നാലും ഞാൻ പറയാം. ബീഫും ഈ പൊറോട്ടയും ആ കട്ടനും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. നല്ല വേറെ കിടക്കാച്ചി ലെവലായിരുന്നേ. അപ്പൊ ഗൈസ് ഞങ്ങളുടെ ഫുൾ പൊറോട്ടയുടെ വീഡിയോ ആണ് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മൾ ഷോർട്ടാണ് ഇട്ടത്. ഇപ്പൊ നമ്മളിതാ ലോങ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ ലാസ്റ്റ് ഒരു ക്ലിപ്പ് ഞങ്ങൾക്ക് മിസ്സായി, അതുകൊണ്ടാണ് വോയിസ് ഒക്കെ ഇടേണ്ടി വന്നത്. എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. പുതിയ കണ്ടന്റ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതിനുവേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് ഒക്കെ. അപ്പൊ മറ്റൊരു പുതിയ വീഡിയോ തിരിച്ചു വരുന്നേക്ക്. ബൈ.